ഇതിൽ അത്യപൂർവമായൊരു കേസാണിത്. കൊലപാതകം നടത്തുക, അതിനുശേഷം പണിഷ്മെന്റിന് വേണ്ടി കോടതി ചോദിക്കുകയാണ് പ്രതിയോട്, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെന്ന് പറയുമ്പോൾ റിമോഴ്സ്, അതായത് ഒരു മാനസാന്തരം വരെ കാണിക്കുന്നില്ല. ഒരു കുറ്റബോധം പോലും ഇല്ലാത്ത ഒരു പ്രതി. അപ്പം തീർച്ചയായിട്ടും ഇതിൽ അപൂർവമെങ്കിൽ അപൂർവമായ കേസാണ്. അതിന് അതിന് കിട്ടിയ മതിയായ പണിഷ്മെന്റാണ് ബഹുമാനപ്പെട്ട കോടതി ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഈ വിധി ഒരു 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 പോസിബിൾ റെസ്പോൺസിബിലിറ്റി കൊടുക്കും ഈ പൊതുസമൂഹത്തിൽ. കാരണം പോലീസും പ്രോസിക്യൂഷനും വളരെ കഠിനമായിട്ട് കേസന്വേഷണം നടത്തി എല്ലാ തെളിവുകളും കോടതിയുടെ മുമ്പ് ഹാജരാക്കി ഇങ്ങനെയുള്ള ഒരു പ്രതിക്ക് മതിയായ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു പൊതുബോധത്തിൽ ഒരു 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 സേഫ്റ്റി ഫീൽ ചെയ്യും പൊതുജനങ്ങൾക്ക്. അതാണ് ഇതിൽ ഏറ്റവും വലിയ വിജയം. കാരണം ഞാനത് പറയാൻ കാരണം, ഈ പ്രതിയെക്കുറിച്ച് പല സാക്ഷികളും മൊഴി പറയാൻ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ്. അങ്ങനെ പല പ്രതികളും പല പല ആൾക്കാരും ഈ പ്രതിക്കെതിരായിട്ട് ഒരു മൊഴി പറയാൻ മടിക്കുന്നു, മൊഴി മാറ്റി പറയുന്നു. അങ്ങനെ വളരെ വിശേഷമായ ഒരു കേസാണിത്. അപ്പം അത് ഭയം കൊണ്ടാണ്, അല്ലാതെ വേറെ പ്രതിയെ സഹായിക്കാനല്ല. അപ്പം ഇങ്ങനെ ഒരു ഭയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അക്യൂസ്ഡ്, ഒരു റിമോഴ്സും ഇല്ലാത്ത, അതായത് മാനസാന്തരം ഒരിക്കലും കാണാത്തൊരു അക്യൂസ്ഡ്, അയാൾ വളരെ ബ്രൂട്ടലായിട്ട് ഒരു ഇരട്ടക്കൊല നടത്തിയിരിക്കുകയാണ്. അയാൾ പഴയ ഒരു കൊലക്കേസിൽ കൂടി പ്രതിയാണ്. അപ്പൊ തീർച്ചയായിട്ടും വളരെ വളരെ ശ്ലാഘനീയമായ വിധിയാണ്. ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ റൂൾ ഓഫ് ലോ പ്രിവെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും മതിയായ തെളിവാണ് ഈ ഇന്നത്തെ ഈ കോടതി ജഡ്ജ്മെന്റ്. കൂടാതെ ഈ മരണപ്പെട്ട ആളുടെ കുട്ടികൾക്ക് 20 ലക്ഷം രൂപ ഒരു ഒരു പരിഹാരം, ഒരു പിന്നെ പണസംബന്ധമായ ഒരു പരിഹാരം കൂടി ഈ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അത് ഈ പ്രതിയുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ ഇയാളുടെ ഭാര്യയുടെ പേരിൽ സ്വത്ത് വിറ്റിട്ട് വരെ ആ പണം ഈടാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും റൂൾ ഓഫ് ലോ പ്രിവെയിൽ ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രതികരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റുകൾ വളരെ ആശയം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് തരുന്ന ഒരു ജഡ്ജ്മെന്റാണ്. കൂടാതെ ഇതിൽ പോലീസിന്റെ പ്രവൃത്തിയും വളരെ വളരെ ശ്ലാഘനീയമാണ്. കാരണം ഇതിൽ ഐ വിറ്റ്നസ്സുകൾ, അതായത് ഒരു സാഹചര്യ തെളിവുകളുള്ള കേസാണിത്. ഐ വിറ്റ്നസ് വളരെ കുറവായൊരു കേസാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കേസിൽ ഈ കേസ് പ്രൂവ് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ പ്രതിയെ ഭയപ്പെടുന്ന വിറ്റ്നസ്, അതായത് വിറ്റ്നസ് പേടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള ഒരു കേസിൽ. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളിൽ പോലീസ് മതിയായ തെളിവുകൾ ശേഖരിച്ച് മറ്റ് ഫോറൻസിക് എവിഡൻസുകൾ കൂടി ശേഖരിച്ച് സമയാസമയങ്ങളിൽ ഈ ഈ കൃത്യത്തിന് ഉപയോഗിച്ച വെപ്പണം മാത്രം സീസ് ചെയ്ത് അത് മതിയായ തെളിവുകൾ അതിൽ ഈ കെമിക്കൽ റിപ്പോർട്ടുകളും ബാക്കി റിപ്പോർട്ടുകളും നടത്തി എല്ലാ ഫോറൻസിക് റിപ്പോർട്ടുകളും കളക്ട് ചെയ്തതിനു ശേഷം സമയാസമയം ബഹുമാനപ്പെട്ട കോടതി കൊടുക്കുകയും കോടതി അത് പ്രോപ്പറായിട്ട് എപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും ഈ പ്രോസിക്യൂഷനെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഇത്ര ഒരു മതിയായ ഒരു പണിഷ്മെന്റ് വാങ്ങിക്കൊടുക്കാൻ പറ്റി എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. അത് പൊതുസമൂഹത്തിൽ ഒരു കോൺഫിഡൻസ് കൊടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ഇപ്പോൾ വാദത്തിനിടയിൽ താൻ ഗാന്ധിജിയല്ല, ആരെയും വെറുതെ വിടില്ല എന്നൊക്കെയുള്ള ചെന്താമരയുടെ ആ ഒരു പരാമർശം, അത് കോടതി ഇന്ന് എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും മറ്റുള്ളവരെയും കൊലപ്പെടുത്തുമെന്നുള്ളൊരു ഭീഷണി കൂടിയാണ് ചെന്താമര കോടതിക്കുള്ളിലും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഒരു ദയയും കോടതിയുടെ ഭാഗത്തു നിന്നോ മറ്റോ ഉണ്ടാകേണ്ടതില്ല എന്നുള്ള വ്യക്തമായൊരു സൂചന കൂടിയല്ല ഈ ഒരു വിധിയിലൂടെ നൽകുന്നത്. തീർച്ചയായിട്ടും അതാണ് പറയുന്നത്. ഇയാൾക്കൊരു കുറ്റബോധമില്ല, ഒരു മാനസാന്തരമില്ല. കാരണം ഈ നമ്മുടെ പുതിയ സംവിധാനത്തിൽ പ്രതിക്ക് തൂക്കുകയറി വിധിച്ചാൽ അയാൾക്ക് റിമോഴ്സ്, അതായത് കുറ്റബോധത്തിന്, അയാൾക്കൊരു മാനസാന്തരത്തിന് ഒരു ചാൻസ് കൊടുക്കണം എന്നാണ് നമ്മുടെ പുതിയ ക്രിമിനൽ ലോ സിസ്റ്റത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ മാനസാന്തരം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടോ, അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് കോടതി കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരാഴ്ചയായിട്ട് ഈ പ്രതിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അത് കൂടാതെ ഈ സൈക്കോളജിക്കലായ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും ഈ പ്രതി ഒരു മാനസാന്തരം അല്ലെങ്കിൽ ഒരു കുറ്റബോധം പ്രകടിപ്പിക്കാത്ത ഒരു പ്രതി, അതും ഒരു 2 ആളെ വെട്ടിക്കൊന്നിട്ട് ഇപ്പോഴും പറയാണ് ഞാൻ ഗാന്ധിജിയൊന്നുമല്ല. അതായത് ഈ പാപത്തെ വെറുക്കണം, അതേസമയം പാപിയെ നമ്മൾ സാധാരണ വെറുക്കലില്ല. അത് അയാൾക്ക് റിമോഴ്സിന് ചാൻസ് കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഇയാൾക്ക് അങ്ങനെ ഒരു കുറ്റബോധം, ഒരു മാനസാന്തരം ഒരിക്കലും ആവശ്യമായ സ്വമേധം ഇല്ലാത്ത ഒരു പ്രതിയാണെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് പ്രതിക്ക് ഈ കൊലപാതകത്തിനും തട്ടിക്കൊണ്ടുപോകലിനും മതിയായ ശിക്ഷ കൊടുത്തിരിക്കുന്നത്.
ഇത് ഒരു മുൻകൂട്ട് ആസൂത്രണം ചെയ്ത കൊലപാതകം കൂടിയാണ്. അപ്പം അയാൾക്ക് എല്ലാ തരത്തിലും ആ പ്രതി ഈ തൂക്കുകയറിന് അയാൾ യോഗ്യനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു തരത്തിൽ ചെന്താമരയ്ക്ക് ഇനിയിപ്പോൾ മാനസാന്തരം വരാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ചെന്താമരയുടെ വക്കീൽ വാദിച്ചെങ്കിലും അത്തരത്തിൽ മാനസാന്തരം വന്ന് ജയിലിൽ ജോലി ചെയ്ത് പിന്നീട് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ സുധാകരൻ്റെ മക്കൾക്ക് തന്നെ ഒരു ആപത്തായി ചെന്താമര മാറും. ചെന്താമര ജീവനോടെ ഇരിക്കുന്നത് കൊല്ലപ്പെട്ട സുധാകരൻ്റെയും സജിതയുടെയും മക്കൾക്ക് ജീവന് ഭീഷണി ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ തന്നെ കോടതിയും പ്രത്യേകം ചൂണ്ടിക്കാട്ടിയതാണ്. ഇത്തരത്തിലുള്ള നിരവധി കേസുകളുണ്ടല്ലോ. സമാനമായ കേസുകൾക്കും ഇതൊരു പ്രചോദനമായി മാറുമല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ നമ്മുടെ പുതിയ ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഒരു കൊലപാതകം കേസുകളിൽ അയാളെ ഹാങ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തൂക്കുകയർ വിധിച്ച പ്രതികൾക്ക് മാനസാന്തരത്തിന് ഒരു ചാൻസ് കൊടുക്കണം എന്നാണ് ഈ സുപ്രീം കോടതിയൊക്കെ പറയുന്നത്. കാരണം അയാൾ അന്ന് ഈ പ്രവൃത്തി നടത്തുമ്പോൾ അയാളെ മാനസികമായ സിറ്റുവേഷൻ എന്താണെന്നും ഇപ്പോൾ ഈ ജഡ്ജിമെന്റ് പറയുമ്പോൾ സമയത്ത് അയാൾക്കുള്ള വ്യത്യാസം എന്താണെന്നും അതിനയാൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റഡിയെല്ലാം കണ്ടക്ട് ചെയ്ത റിപ്പോർട്ട് തയ്യാറാക്കണം. അതിനുശേഷം മാത്രമേ ഈ ഹാങ്ങിങ് നടപ്പാക്കാൻ പറ്റുള്ളൂ. ആ കാരണം കൊണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും ഈ ഹാങ്ങിങ്, അതായത് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം അയാൾക്ക് തൂക്കുകയർ വിധിക്കുന്ന പല കേസുകളും പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അപ്പൊ അതും കൂടെ, പക്ഷെ ഇത്തരത്തിലുള്ള ഒരു റിമോഴ്സ് കാണിക്കാത്ത ഒരു പ്രതിക്ക് അതിന് ചാൻസും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കലും കുറ്റബോധം തോന്നുന്നില്ല ഈ പ്രതിക്ക്. ഒരു മാനസാന്തരപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു പ്രതിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും കഴിയുന്നതും വേഗം തന്നെ ഈ ജഡ്ജിമെന്റിൽ പറയുന്ന ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.